പ്രതിഷേധം കനക്കുമ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഉറച്ച് വെള്ളാപ്പള്ളി നടേശൻ തന്റെ കോലം കത്തിച്ചാലും തന്നെ കത്തിച്ചാലും നിലപാടിൽ മാറ്റമില്ല. കാന്തപുരം എന്ത് കുന്തം എറിഞ്ഞാലും പറഞ്ഞതിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച വെള്ളാപ്പള്ളി ഇന്നും കടുത്ത പരാമർശം നടത്തി മുസ്ലിം സമുദായം അജയ്യ ശക്തിയായി മാറിയെന്നും അവർ ഗർജിച്ചാൽ മുട്ടുവിറയ്ക്കുന്ന സ്ഥിതിയാണെന്നുമാണ് ഇന്നത്തെ ആക്ഷേപം. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ള പറയും. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവര് ആണ് ഇതിനെ ജാതിക്ക് മൗനമായി പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ്. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നറേറ്റീവാണ് ഈ സാധനം. ഇപ്പം ഇവരെല്ലാവരും ഒരേ നറേറ്റീവാണ്. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. അദ്ദേഹം ദയവ് ചെയ്ത് ഇതിൽ നിന്ന് മാറണം. ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ല. വർഗീയത പറയാൻ PC ജോർജും വെള്ളാപ്പള്ളിയും തമ്മിൽ മത്സരമെന്ന ചന്ദ്രിക മുഖപ്രസംഗം എഴുതി. വെള്ളാപ്പള്ളി വിശ്രമ ജീവിതം നയിക്കണമെന്നായിരുന്നു AP കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫിയുടെ വിമർശനം. വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് SYS ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി 2 ഗുളിക അധികം കഴിച്ചാൽ സുഖമാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരിഹാസം. വെള്ളാപ്പള്ളിയുടെ പരാമർശം കണ്ടിരുന്നില്ലേ? ഒരു പ്രതികരണം അതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പറയുന്നില്ല. കേൾക്കുന്നവര് തന്നെ അതിന് പ്രതികരണം മനസ്സിലാക്കും. ഞങ്ങളൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് പ്രതികരിക്കില്ല എന്നുള്ളതാണോ? അപ്പൊ ഇന്ന് ചന്ദ്രിക മുഖപത്രത്തിൽ ഇപ്പൊ നല്ല വിമർശനം എതിരെയുണ്ട്. ചന്ദ്രിക പറഞ്ഞില്ല, അത് പ്രതികരിച്ചിട്ട് ഞങ്ങൾ പ്രതികരിക്കാൻ നിർത്തിക്കൊണ്ടോട്ടെ, അന്നത്തോടുകൂടി അവസാനിപ്പിക്കാം. മറിച്ച് അത് അവസാനിച്ചല്ലോ. മൂപ്പര് 2 ഗുളിക അധികം കഴിച്ചാൽ മൂപ്പർക്ക് സുഖമാവും, കുഴപ്പമില്ല. അതേസമയം വിവാദം കൊഴുക്കുന്നതിനിടെ വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും വാഴ്ത്തി മന്ത്രി VN വാസവൻ രംഗത്തെത്തി. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളിയെന്നും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നയാളാണെന്നും വാസവന്റെ പുകഴ്ത്തൽ. ഏത് പ്രശ്നങ്ങളിലും അദ്ദേഹം ഓടിയെത്തുന്നു. ഈ പ്രായത്തിലും എല്ലാ പ്രശ്നങ്ങളിലും സംയോജിതമായി സന്ദർഭോചിതമായി ഇടപെടാൻ കഴിയുന്നു. അതേപോലെ തന്നെ സമുദായത്തിൻ്റെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ ഭാവനാസമ്പന്നമായി അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായി എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും 3 പതിറ്റാണ്ടിലേറെ കാലം സമ്പന്നമായ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സാമൂഹ്യ ജീവിതത്തിലും അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ പദവി അദ്ദേഹം വലിയ രൂപത്തിൽ ഇന്ന് കരുത്തോടു കൂടി നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഇത് വെള്ളാപ്പള്ളി ആദ്യമായി പറയുന്നതല്ല, മുമ്പത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷെ അതന്ന് മലപ്പുറത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് എന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ന്യായീകരണം. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്, ഇന്നത് ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ വിവാദം, പ്രതികരണങ്ങൾ? ബിനിൽ, ഇത് സംബന്ധിച്ചുള്ള വിവാദം തുടരുക തന്നെയാണ്. കാരണം വലിയ അമർഷവും പ്രതിഷേധവും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശത്തിൽ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ തന്നെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന്, കേരള തൊഗാഡിയ ആകാനുള്ള ഒരു ശ്രമമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചന്ദ്രിക പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആണെങ്കിൽ 2 ഗുളിക അധികം കഴിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ സൂക്കേട് മാറും എന്ന രീതിയിലുള്ള പരിഹാസവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള 2 വിഭാഗങ്ങളും, EK വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു, കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം സത്താർ പന്തല്ലൂരെല്ലാം എഴുതിയിട്ടുള്ള ഫേസ്ബുക്കിൽ മുസ്ലിം ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പം, മലപ്പുറത്തെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ, ഹിന്ദു
സമുദായത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ ഇവിടുത്തെ ഹിന്ദുക്കളോട് ചോദിക്കണമെന്നുള്ളത് പറയുന്നു. അങ്ങനെ വളരെ വിശദമായി തന്നെ വെള്ളാപ്പള്ളിക്ക് മറുപടി പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറുപടി പറയുന്നു. എന്നാൽ എടുത്തു പറയേണ്ടത് മന്ത്രിമാർ, പ്രത്യേകിച്ച് VK വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പരാമർശം, അത് വെള്ളാപ്പള്ളിയുടെ ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ശക്തമായ നിലപാടുകൾ പറയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി എന്നാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി കൂടി ഇതിനകത്ത് പ്രതികരിക്കും. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ വർഗീയ പരാമർശത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയാണ്. തത്സമയം പറഞ്ഞോട്ടെ. വെള്ളാപ്പള്ളി പറയുന്ന അദ്ദേഹം പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, സർക്കാരാണ് മറുപടി പറയേണ്ടത് ഈ വിഷയത്തിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാൻ ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. ഏത് സമുദായ വക്താവ് പറഞ്ഞാലും, മുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, ആരാവട്ടെ, ഇനി അതിൽ തന്നെ ജാതീയമായി വേർതിരിഞ്ഞാവട്ടെ, ഇങ്ങനെ പച്ചക്ക് വർഗീയത പറഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും, ഇതാണ് യഥാർത്ഥത്തിൽ ആഹ്വാനം. അപ്പോൾ അത്ര വിഭാഗീയത സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നടത്താവോ, പച്ചക്ക് വർഗീയത പറയാവോ? അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആർക്കും പറയാം. ഇതിപ്പോൾ ഇതിന് നികുതി വല്ലതുണ്ടോ? ഇന്ന് ഒരാൾ പറയുന്നു, നാളെ വേറെ ആൾ പറയില്ലേ? ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെ എത്തും? ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് ഉത്തരേന്ത്യയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ തൊഗാടി അത് പറഞ്ഞു, ഇവിടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലാണ്. കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് ഏത് സമുദായ നേതാവാണ്? പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല. പച്ച വർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികൾക്കുള്ളിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ വിലപ്പോയിട്ടില്ല. ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പം പറഞ്ഞാൽ മരിക്കും, ഇപ്പം അതിൻ്റെ ഒരു കാലമാണ്. വെറുതെയാണ്. ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇങ്ങനെ അന്ന് നിലമ്പൂർ വന്ന് ഇതേമാതിരി ഒരു പ്രസംഗം ചെയ്തു. പക്ഷേ അത് BJPക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവിടെ കെട്ടിവെച്ച കാശ് BJPക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തോ? അവിടെ എന്താ എല്ലാ സമുദായങ്ങളും ഇല്ലേറ്റാണോ? ബന്ധപ്പെട്ട സമുദായങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഈ ആഹ്വാനം ആരെങ്കിലും കേട്ടോ? കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അതല്ലേ ഉണ്ടായത്. ഞാൻ പറയേണ്ടത് സർക്കാർ എന്ത് ചെയ്യണം, സർക്കാർ തീരുമാനിക്കട്ടെ. ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത്ര പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ്. അത് പാടില്ലാത്തതാണ്. അത് സർക്കാർ ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ്. ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓനൊരു നിമിഷം ലീഗിലുണ്ടാവില്ല. അഞ്ചാം മന്ത്രി വിവാദമൊക്കെ പോലെ ഒരു സമുദായത്തിനെതിരെ അനർഹമായ പ്രാതിനിധ്യം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇത് മുൻകൂട്ടി എറിയാണോ ചിലതൊക്കെ? അല്ല, അതെ, ഇത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് വർഗീയത വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പും മറ്റെല്ലാ മുതലെടുപ്പും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ, ആദ്യമായിട്ടുമല്ല, ഒരാളുമല്ല. ഇനിയിപ്പോൾ ആർക്കും പറയാം, അതിന് ലൈസൻസ് ഒന്നുമില്ലല്ലോ, ആർക്കും പറയാം എന്നായി കഴിഞ്ഞിട്ടില്ല എന്താവും കഥ. അതുകൊണ്ടാണ് ഞാൻ സർക്കാരാണ് ഇത് കാര്യം നോക്കുന്നത്. അതേത് കോൺടെസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം.
ഓക്കെ. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു ഒറ്റ കാര്യം കൂടെ, അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് തലപ്പത്ത് മുഖ്യമന്ത്രി അല്ലേ. ഒരു ക്ലാരിറ്റി വേണ്ടത്. ഇപ്പൊ സർക്കാർ നയം പറഞ്ഞ വെള്ളാപ്പള്ളിയാണെങ്കിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ അത് രണ്ട് വശങ്ങളും. ഒന്ന്, ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയം. രണ്ട്, സർക്കാരിനെ രക്ഷിക്കാനോ സർക്കാരിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു വാദം? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു? CPM ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ? BJPക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ? ഇതൊക്കെ ഇനി ഇന്നു മുതൽ ചർച്ച ചെയ്യപ്പെടും, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ്. ഇനി ഇത് ഈ വിഷയത്തിൽ ഞാൻ പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രസാദ്, അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന കാര്യങ്ങളും വ്യക്തമാണ്. സർക്കാരാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു മന്ത്രി ഇന്നിപ്പോൾ ഈ വിധത്തിലുള്ള വിഭാഗീയ പ്രസ്താവനകൾ നടത്തുന്ന ആവർത്തിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി അതേ വേദിയിൽ തന്നെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPIM-നും സർക്കാരിനും നിലപാട് വ്യക്തമാക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും PK കുഞ്ഞാലിക്കുട്ടി അത് തന്നെയാണ് പറയുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം നമ്മൾ സർക്കാർ കേസെടുക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി നേരിട്ട് മറുപടി പറഞ്ഞില്ല. പക്ഷേ സർക്കാർ വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. എന്തായാലും വലിയ വിമർശനങ്ങളും പ്രതിഷേധവും ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി തന്നെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇതിനകത്ത് ഉയർന്നു വരുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞു കഴിഞ്ഞു, ഇത് സംസ്ഥാന സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ കടുത്ത അല്ലെങ്കിൽ ഒരു നിലപാടെടുത്ത് കടക്കേണ്ടി വരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു വിദ്വേഷ പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തിരുത്തലിന് പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സമസ്തയിലെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗും ഇന്നിപ്പോൾ ചന്ദ്രിക വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ വളരെ ശക്തമായി തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അവരുടെ പത്രത്തിൽ അവരുടെ എഡിറ്റോറിയൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വരുമെന്ന് തന്നെ കാണാം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതും പക്ഷേ ഇതിനകത്ത് മന്ത്രിമാർ എടുത്ത സ്വീകരണം, പ്രത്യേകിച്ച് വാസവനെല്ലാം എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ നിലപാടുകളിൽ അല്ലെങ്കിൽ കൃത്യമായി പറയുന്ന ഒരാളാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വരും. ഉറപ്പായും CPIM വിശദീകരിക്കേണ്ടി വരും, സർക്കാർ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാദം കത്തുകയാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ ചൊവ്വയുള്ള പരാമർശത്തിൽ പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.